السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ആദരണീയരായ പണ്ഡിതന്മാരെ, സംഘടനാ നേതാക്കളെ, ഉമറാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, വളരെ അനുഗ്രഹീതമായ ഒരു സംഗമത്തിലാണ് നാം ഇപ്പോൾ പങ്കെടുക്കുന്നത്. ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നാം വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇതുവരെയുള്ള കാലടികൾ പോലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നതാണ്. നാം ഏതൊരു പ്രവർത്തനം നടത്തുമ്പോഴും നമ്മുടെ പരലോകത്ത് അതിൻ്റെ പ്രതിഫലനം അള്ളാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കുമാറ് പ്രാർത്ഥനാപൂർണമായിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. ഞാനിത് പ്രത്യേകം പറയാനുള്ള കാരണം, ഒരു പ്രദേശത്തിൻ്റെ മാത്രമല്ല, ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരുടെയും അതിലെ ഉമറാക്കളുടെയും കൂട്ടായ ഒരു വലിയ പ്രാർത്ഥനയാണ് ഇന്ന് സാധൂകരിച്ചു വന്നിട്ടുള്ളത്. മുമ്പല്ല, ഇടത്തനാട്ടുകരയിൽ വരുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഇസ്ലാഹി കേരളത്തിലെ പേരെടുത്തു പറയപ്പെടുന്ന, അഭിമാനത്തോടെ ഓർക്കുന്ന ഒരു പ്രദേശമാണ്. നേരത്തെ എൻ്റെ സഹപ്രവർത്തകൻ നാസർ സുല്ലമി സൂചിപ്പിച്ചതുപോലെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരുടെ അനുഗ്രഹീതമായ സാന്നിധ്യത്തിലൂടെ നടന്ന ജിഹാദ് മനുഷ്യനെ ജാഹിലിയത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് അവർ വഴി കാണിച്ചു കൊടുത്തു. വിദ്യാർത്ഥികളെ കൈയൊഴിച്ച് സുന്നത്തിൻ്റെ പാത അവർക്ക് വിവരിച്ചു കൊടുത്തു. ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ വയ്യാത്ത മഹാന്മാരായ ഒട്ടേറെ പണ്ഡിതന്മാർ നമ്മോട് വിട്ടുപോയി. ആ മുൻനിരയിൽ ചരിത്രത്തിൽ എടുത്തു പറയുന്ന അതിൽ ഒരു പ്രമുഖനായ വ്യക്തിയാണ് പറപ്പൂർ അബ്ദുറഹിമാൻ മൗലവി റഹ്മത്തുള്ളാഹി. പറപ്പൂർ എന്ന പേര് അന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സ്വാധീനമുള്ളൊരു പേരായിരുന്നു. നമുക്കൊന്നും കൂടുതൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ മഹാമനുഷ്യൻ ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ സ്വാധീനം നിങ്ങൾ ഓർത്തു നോക്കുക. ഈ 28 മഹല്ലുകൾ സൃഷ്ടിക്കുന്നതിൽ നമ്മൾ വല്ല പങ്കും വഹിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ഇത്ര വിശാലമായ ഭൂപ്രദേശം തൗഹീദിന് അധീനമാകുന്നതിൽ നാം എന്ത് പങ്കാണ് വഹിച്ചിട്ടുള്ളത്? നമ്മുടെ മുൻഗാമികൾ അവരുടെ ദഅവത്തും അവരുടെ ജിഹാദും ഈ രംഗത്തുള്ളവരുടെ ത്യാഗപൂർണമായ കാലടികളും അതാണ് ഇവിടെ വെളിച്ചം നൽകിയത്. എടവണ്ണയിൽ അലി മൗലവിയെ നാം ഓർക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ചരിത്രത്തിൽ കടക്കുന്നില്ല. വളരെ അനുഗ്രഹീതരായ നമ്മുടെ പണ്ഡിതന്മാർ, നേതാക്കൾ ഇവിടെയുണ്ട്. പക്ഷെ ഓരോ നാട്ടിനെ പറയുമ്പോഴും ആ നാടും പരിസരവും നടന്ന വെളിച്ചം, അതിന് കാരണക്കാരായ ആളുകൾക്ക് നാം അനുഗ്രഹത്തിന് വേണ്ടി ഇന്നും ദുആ ചെയ്യുന്നു. അങ്ങനെ ദുആ ചെയ്യപ്പെടുന്നവരിൽ, ദുആ ലഭിക്കപ്പെടുന്നവരിൽ
നാം ആവുക എന്നുള്ളത് ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ എല്ലാ അമലും അവസാനിച്ചു എന്ന് പറയുന്നതിന് അപവാദമായി അതിൻ്റെ അപ്പുറത്ത് പ്രാർത്ഥനകൾ മാത്രമാണ് നിലനിൽക്കുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും നമ്മളിവിടെ സൃഷ്ടിക്കണം. നമ്മുടെ അമലുകൾക്ക് പുറത്ത്, നമ്മുടെ അമലുകൾ അള്ളാഹുവിൻ്റെ ഒരു അംഗീകാരത്തിനും അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾക്കും ഒരിക്കലും സമമാവുകയില്ലെന്ന് മാത്രമല്ല വളരെ പരിമിതമാണ്. ഈ ദുനിയാവിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് തന്നെ നമുക്ക് ശുക്ർ ചെയ്യാൻ സാധ്യമല്ല എങ്കിൽ പരലോകത്ത് സ്വർഗം ലഭിക്കുന്നതിന് നാം എന്ത് അധ്വാനമാണ് അധ്വാനിച്ചിട്ടുള്ളത്? അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാം നശിക്കും, എല്ലാം നിങ്ങളോടൊപ്പം പോകും. ഇവിടെ ബാക്കി നിൽക്കുന്നത്, അവരോടൊപ്പം സഞ്ചരിക്കുന്നത് എല്ലാം തിരിച്ചു വന്ന് അവരോടൊപ്പം നിൽക്കുന്ന അവരുടെ അമലുകൾ മാത്രമാണ്. 3 കാര്യങ്ങൾ സ്ഥിരമായി നമുക്ക് പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്നതായി ലഭിക്കുന്നു. ഒന്ന് സദഖത്തുൻ ജാരിയയാണ്. ആരാണ് ഇപ്പോൾ ആ ഭാഗത്ത് ശ്രദ്ധിക്കുന്നത്? നമ്മുടെ മുൻഗാമികൾ നൽകിയ പള്ളി ഉപയോഗിക്കുന്നു, അതിൻ്റെ സ്ഥലം നാം ആസ്വദിക്കുന്നു, ആ കബർസ്ഥാനുകൾ നാം അതനുഭവിക്കുന്നു. നാം എന്തുണ്ടാക്കി? വളരെ ചുരുങ്ങിയത് മാത്രമാണ് ഈ കഴിഞ്ഞ 2 തലമുറകളിലായിട്ടുണ്ടായിട്ടുള്ളത്. ബാക്കി നമ്മുടെ മുൻഗാമികളുടെ വഖഫാണ്, അവരുടെ സദഖത്തുൻ ജാരിയയാണ്. അത് നാം ശ്രദ്ധിക്കാതെ പോയെന്ന ഒരവസ്ഥയാണ്. നമ്മുടെ അഷ്റഫ് സാഹിബിനെ പോലെയുള്ള പ്രിയങ്കരനായ വളരെ കുറച്ചാളുകൾ മാത്രമാണ് ഈ രംഗത്ത് ഇങ്ങനെയുള്ള ഒരു ചിന്തയിലൂടെ അവരുടെ സമ്പത്തിനെയും അവരുടെ മനോഭാവത്തെയുമെല്ലാം ഈ ഭാഗത്തേക്ക് തിരിച്ചുവിട്ടത്. സത്യത്തിൽ ഓരോരുത്തരും സമ്പന്നരാണ്. അവരുടെ അവസ്ഥ എന്താണോ അത് ആപേക്ഷികമായി മാത്രമാണ് അല്ലാഹു തആല അതിന്റെ വലിപ്പം കാണുന്നത്, അല്ലാതെ സംഖ്യയുടെ എണ്ണമല്ല. മഹാനായ സിദ്ദീഖുൽ അക്ബറിനെ ഔദാര്യത്തിന്റെ ദാനധർമ്മത്തിന്റെ കാര്യത്തിൽ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾ തിരിച്ചു പരാജയപ്പെടുകയാണ് ചെയ്തത്. സംഖ്യയുടെ വലിപ്പവും ആധിക്യവും വലുപ്പവുമല്ല, ഇനി എന്ത് ബാക്കിയുണ്ട് തന്റെ വീട്ടിൽ എന്നതാണ് പരിഗണിക്കപ്പെട്ടത്. ഇനി അള്ളാഹുവും അവന്റെ പ്രവാചകനും മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞതോടൊപ്പം വമ്പിച്ച സംഭാവനകൾ, വഖഫുകൾ, ഔദാര്യങ്ങൾ യുദ്ധ ഫണ്ടുകളിലേക്കും ഇസ്ലാമിക ദഅവത്തിനും വേണ്ടി ഉപയോഗിച്ച ആളുകളെല്ലാം അന്തം വിട്ടുപോയി. സാമാന്യം ഭേദപ്പെട്ട സമ്പന്നനായ കച്ചവട പ്രമുഖനായ സിദ്ദീഖുൽ അക്ബർ ഇനി എന്റെ വീട്ടിൽ അല്ലാഹും റസൂലും മാത്രമാണ് ബാക്കി എന്ന് പറയുന്നത് വരെ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചു. അത് പ്രവാചകന്റെ ഏറ്റവും അടുത്ത, പ്രവാചകനിൽ നിന്ന് ദീന് വിശദിച്ച, പ്രവാചകന്റെ കാൽപാദങ്ങളെ പിന്തുടർന്ന സിദ്ദീഖുൽ അക്ബറിന്റെ അവസ്ഥയാണ്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള സഹാബികളൊക്കെ. നമ്മളോ? നാം സമ്പാദിക്കുന്നു, നാം തന്നെ ചെലവഴിക്കുന്നു, നാം ആസ്വദിക്കുന്നു, അതിൽ മത്സരിക്കുന്നു, എന്നിട്ടും മതിയാകാതെ നിൽക്കുന്നു, വീണ്ടും വീണ്ടും കുന്നുകൂട്ടുന്നു. ഒരു നിമിഷം നാം മരിക്കുന്നു, നമ്മുടെ സ്വത്ത് നമ്മുടേതല്ലാതായി മാറും. നിങ്ങൾ ഓർക്കണം, നമ്മുടേതായി മാറണമെങ്കിൽ ഇത്തരം ഉത്തമമായ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കണം. എന്താണെങ്കിലും അതിൽ പാവപ്പെട്ടവനും അല്ലെങ്കിൽ സമ്പന്നനുമില്ല, അപേക്ഷികമാണ് ആ കണക്ക് കൂട്ടലൊക്കെ. എന്ത് ചെയ്യാൻ സാധിക്കും? ഇവിടെ ഇതാ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ 2ാം ഘട്ടം വളരെ വൈകിയാണെങ്കിലും ആരംഭിക്കുകയാണ്. ഞാൻ അലിയു മൗലവിയെ ഓർത്തു, MCC അബ്ദുറഹിമാൻ മൗലവിയെ ഓർത്തു, KM മൗലവിയെയും MK ഹാജിയെയും ഓർത്തു. MCC അബ്ദുറഹിമാൻ മൗലവിയും അതേപ്രകാരം NV അബ്ദുസ്സലാം മൗലവിയും എല്ലാം, അതുപോലെ
KMC സാഹിബിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ആളുകളെ ഒക്കെ നമ്മൾ ഓർക്കുന്നു. അബു സബാഹ് അഹമ്മദ് അലി മൗലവി റഹ്മത്തുള്ളാ തുടങ്ങിയിട്ടുള്ള മഹാന്മാരായ ആളുകൾ അവർ ജീവിച്ചിരുന്ന കാലത്ത് അവരുടെ ദഅവത്തിനോടൊപ്പം ഈ പവിത്രമായ ആദർശം ഇവിടെ നിലനിൽക്കുന്നതിന് സ്ഥാപനം ആവശ്യമാണ്. ഇൽമിയായ ഒരു അനന്തരമെടുക്കുന്ന ആളുകൾ ഉണ്ടായിത്തീരണം. നമ്മുടെ അവകാശികൾ സമ്പത്തിന്റെ മാത്രമല്ല, അത് എന്ന് പറഞ്ഞതുപോലെ പ്രവാചകന്മാർ ഓരോരുത്തരും അനന്തരമെടുക്കാൻ ആഗ്രഹിച്ചതും അനന്തരാവകാശികൾ മക്കളിൽ നിന്നുണ്ടാകണമെന്ന് ആഗ്രഹിച്ചതും അതാണ്. അതിലേക്ക് നാം തിരിച്ചു വരണം. മഹാന്മാരായ ആളുകൾ ഉണ്ടാക്കിയ സ്ഥാപനങ്ങളാണ് ഇന്ന് ആലിമുകളെ സൃഷ്ടിക്കുന്നത്. വിജ്ഞാനം ഇവിടെ എല്ലാ അർത്ഥത്തിലും പ്രചരിപ്പിക്കുന്നത്. ഇന്ന് നിരോധനങ്ങളില്ലാതെ ആണും പെണ്ണും പഠിക്കുകയാണ്. പുരോഹിതന്മാരുടെ ഒരു വിലക്കുകളും ഇനി നടക്കുകയില്ല. നമുക്ക് ഇനി ബാധ്യതയുള്ളത് ആ വിദ്യാഭ്യാസ പ്രവർത്തനത്തെ സംസ്കരിക്കുക എന്നുള്ളതാണ്. അതിനെ തെറ്റായ ഗതിയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ധാർമ്മികമായ ബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഒരു ധർമ്മം നിർവഹിക്കാൻ ഇവിടെ ഗവൺമെന്റ് ഇല്ല, ഇവിടെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളില്ല, സംഘടനകളില്ല, ഒന്നുമില്ല. ആദർശ രംഗത്ത് ഉള്ള ബോധവൽക്കരണമാണ് ധാർമ്മികമായ നവോത്ഥാനത്തിന് കാരണമായി തീരുകയുള്ളൂ. അതാണ് സ്ഥാപനങ്ങളിലൂടെ നേടിയെടുക്കേണ്ടത്. വളരെ വൈകി 10-30ഓളം മഹല്ലുകൾ വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രദേശത്ത് വളരെ വലിയ വിജ്ഞാന ക്യാമ്പസുകൾ ഉണ്ടാകേണ്ടതായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുന്നത് എനിക്ക് അഭിമാനം തോന്നുന്നു, ഒരു നല്ല എടുത്തുചാട്ടമാണ് നടക്കുന്നത്. ഒരു നല്ല വേഗതയുമുണ്ട്. ഇതിന്റെ ഈ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന വേളയിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു എത്രയും വേഗം ഈ നടപ്പിൽ വരുന്നതിന് വേണ്ടി. അഷ്റഫ് സാഹിബിന്റെ സഹായം ഇതിനോടൊപ്പം ഉണ്ടെങ്കിലും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ഇത്രയും വേഗം അത് സാധിച്ചു വന്നത് എന്ന് നാം ഓർക്കുന്നു. ഇത് ഒരവസാനമല്ല, മറ്റൊരു സ്ഥാപനത്തിന്റെ തുടക്കമാണ്. ഒരു കെട്ടിടമല്ല സ്ഥാപനം എന്ന് പറയുന്നത്. വിവിധങ്ങളായ വിജ്ഞാനങ്ങൾ ലഭിക്കുന്ന ഈ ക്യാമ്പസ് അനുഗ്രഹീതമായി വളരണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അബ്ദുറഹിമാൻ മൗലവി തുടങ്ങിയിട്ടുള്ള പറപ്പൂരിനെ പോലെയുള്ള പണ്ഡിതന്മാർ, അതിനുശേഷമുള്ള കാരണവന്മാർ, ഇതിനെല്ലാം വഖഫ് ചെയ്ത ആളുകൾ, ഇതിനു വേണ്ടി ഏറ്റവും അധികം സേവനമർപ്പിച്ച് പ്രായമായപ്പോഴും സജീവമായി ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന, എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യം, ഇവിടെ വന്ന് ഒരു അരമണിക്കൂറേ ആയിട്ടുള്ളൂ. ഞാൻ അതിൽ നിരീക്ഷിച്ച ഒരു വസ്തുത, ഈ കാരണന്മാർക്കൊപ്പം അത്രയും അനന്തരാവകാശികൾ ഇവിടെ രംഗത്ത് വന്നിട്ടില്ല. ഇനിയും വരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മക്കൾ, നമ്മുടെ പേരമക്കൾ, അവരെല്ലാം തന്നെ മുന്നിൽ നടക്കാൻ, മുന്നിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ഞങ്ങൾ ഒരു കൂട്ടുകാർ, പ്രായമായ ആളുകൾ, ഇങ്ങനെ ഞങ്ങളുടെ ഓരോ കാലടികളും ആളുകൾ ശ്രദ്ധിക്കുന്നു. ഞങ്ങൾ കോടി കയറുമ്പോൾ, ഞങ്ങൾ വരുമ്പോൾ, വീഴുമ്പോൾ ഞങ്ങളെ പിടിക്കാൻ ആളുകൾ, ഞങ്ങൾക്ക് ഒത്താശ ചെയ്യാൻ ആളുകൾ. ഇതിന്റെ വ്യാപകമായ ആശയം ഇവിടെ ഉണ്ടാകണം, അർത്ഥമുണ്ടാകണം, സ്വാധീനമുണ്ടാകണം. ഇവിടെ നമ്മുടെ പൂർവികന്മാർ അവർ വിട്ടേച്ചു പോയ ആ നന്മകൾ ഇന്ന് ഇത് നടത്തുന്ന ആളുകൾ, പ്രായമായ ആളുകൾ, അവരിൽ നിന്ന് നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട, ഞങ്ങളുണ്ട് എന്ന് പറയാൻ അനന്തരമെടുക്കുന്ന യുവതലമുറയെയും കുട്ടികളെയും നാം ഇവിടെ സൃഷ്ടിക്കണം. അതിന്റെ തുടക്കം ഖുർആൻ കൊണ്ട് തന്നെയാവട്ടെ. റമദാൻ നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുന്നു. ആ റമദാൻ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ്. ജനങ്ങൾക്ക് ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ജനങ്ങൾക്ക് മാർഗദർശനം നൽകിയ, നല്ലതിനെ തിരിച്ചറിഞ്ഞ, അതിന് മാർഗങ്ങളുണ്ടാക്കിയ ആ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം, അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ തയ്യാറായി നാം നിൽക്കുകയാണ്.
ഇവിടെ ഇതാ എൻ്റെ മുന്നിലുള്ള കുട്ടികൾ, അവരെ നിങ്ങൾ ഒരിക്കലും യതീം കുട്ടികളെ പോലെ കാണരുത്. അവരെ ഒരിക്കലും എന്തെങ്കിലും നിലക്കുള്ള ഒരു അവഗണന നമ്മുടെ മനസ്സിൽ തോന്നിയാൽ കുറ്റകരമാണത്. അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം. ആ കുട്ടികൾ ഈ ക്യാമ്പസിന്റെ മാത്രമല്ല, ഈ നാട്ടിന്റെ ഇടത്തനാട്ടുകര പ്രദേശത്തിന്റെ വെളിച്ചമാണ്. അവർ 3 വർഷം കൊണ്ട് ഖുർആൻ ഹാഫിദുകളാകും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞവർ പറഞ്ഞതോടുകൂടെ അവർക്ക് ബാധ്യത വളരെ ശക്തമായി. വരും പോലെ വരും എന്ന് പറഞ്ഞുകൊണ്ടല്ല അവർ തുടങ്ങുന്നത്. 3 വർഷം കൊണ്ട് ഈ കുട്ടികൾ ഹിഫ്ള്, വിശുദ്ധ ഖുർആൻ അവർ പഠിക്കും, അവർ ഹിഫ്ളാക്കും. മറ്റു വിദ്യാഭ്യാസ കാര്യങ്ങളും അവർക്കുണ്ടാകും എന്നെല്ലാം നമ്മൾ പറഞ്ഞുപോയി. അതിനോട് നീതി പുലർത്തുക, പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന വസ്തുതകളായി അത് മാറിക്കഴിഞ്ഞു. അന്നേരം അല്ലാഹുവിന്റെ മുന്നിൽ റബ്ബേ ഞങ്ങൾ പരമാവധി ഇതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അതിന്റെ മലക്കുകൾ സാക്ഷി നിൽക്കണം. നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും അനുഗ്രഹീതമായ ഈ സ്ഥാപനം എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അന്വേഷിക്കുക, അതിന്റെ സ്ഥിതി എന്താണ്. ഈ കുട്ടികളുടെ ഒരു നിമിഷം പോലും ഇവിടെ പാഴാക്കപ്പെടരുത്. അതിന് ഉത്തരവാദികൾ നാമാണ്, നാം മസ്ഊലിയങ്ങളാണ്, ചോദ്യം ചെയ്യപ്പെടും. ഇന്ന് ഇതിന്റെ തുടക്കം മുതൽക്ക് ഇതിൽ സഹകരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഞാനും ചോദ്യം ചെയ്യപ്പെടുന്നവരിൽ പെട്ടിരിക്കുകയാണ്, ഞങ്ങൾ എല്ലാവരും. അതുകൊണ്ട് മാതൃകാപരമായ ഒരു കേന്ദ്രമായി ഇത് വരണം. അത് ഖുർആൻ കൊണ്ട് തുടങ്ങിയിരിക്കുന്നു. ഇനി ഒന്നൊന്നായി നല്ല സ്ഥാപനങ്ങളുള്ള ഒരു ക്യാമ്പസായി, വിജ്ഞാന കേന്ദ്രമായി ഇത് വളരുമാറാകട്ടെ എന്ന് അല്ലാഹുവിന്റെ മുന്നിൽ പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.